മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ധ്യാനമാണ്. എല്ലാവരും സ്വയം ഈ സാമഗ്രികളെല്ലാം കൂട്ടി വെച്ച് താഴെ മറ്റു തീർച്ച മേശയില്ലാത്ത കാരണം കൈകൾ ശാന്തമായി സ്വതന്ത്രമാക്കി വെക്കുക. ഒന്നെങ്കിൽ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ മുദ്രയിൽ തള്ളവെള്ളം ചൂട്ടുകളും കൂടെ ചേർത്ത് വെക്കാം. കൈകൾ ഇങ്ങനെ ഫ്രീയായിട്ട് വെക്കാം. കൈകൾ ഇങ്ങനെ തുടയിൽ വെക്കാം. നടു നിവർന്നിരിക്കുക, നട്ടെല്ലാം നിവർന്നിരിക്കുക. കാലുകൾ രണ്ടും അടുപ്പിച്ച് വെക്കുക. ഇങ്ങനെ പിണഞ്ഞു വെക്കരുത്. കൈകൾ സാവകാശ ശ്വാസം എടുക്കുക. ഓരോ പ്രാവശ്യവും ശ്വാസം എടുക്കുന്നതും ശ്വാസം വിടുന്നതും എണ്ണുക. ഒരു പ്രാവശ്യം ബ്രീത്തിങ് ഉള്ളിലോട്ട് എടുത്ത് പുറത്തേക്ക് വിടുന്നത് 1 എണ്ണുക. രണ്ടാമത്തെ പ്രാവശ്യം ഉള്ളിലോട്ട് എടുത്ത് രണ്ടാമത് വിടുമ്പോൾ 2 എണ്ണുക. അങ്ങനെ ശ്വാസം എടുക്കുക. ഞാൻ പറയുന്നതോളം വരെ കൗണ്ട് ചെയ്യുക. തെറ്റരുത്. തെറ്റിക്കഴിഞ്ഞാൽ ആദ്യം ഒരു വീട് വേണം. നിങ്ങൾ ഈ ശ്വാസം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവ്, ഭാര്യ, കാമുകി, കുട്ടികൾ, ഗേൾഫ്രണ്ട്, ബോയ്ഫ്രണ്ട്, അയൽവക്കക്കാര്, ബിരിയാണി ഒന്നും ചിന്തിക്കരുത്. നിങ്ങൾ ശ്വാസം എടുക്കുന്ന സമയത്ത് അതിൽ മാത്രം ശ്രദ്ധിച്ച് തെറ്റാതെ എടുക്കുക. മൊബൈൽ എല്ലാവരും സൈലന്റ് ആക്കി വെച്ചോളൂ. മൊബൈൽ സൈലന്റ് ആക്കി വെക്കുക. നീ എഴുതല്ലേ മറ്റാരും ശ്രദ്ധിക്കണ്ട. ചിലർ ഫോൺ ചെയ്യും, ചിലർ ഡാൻസ് കളിക്കും. ശ്രദ്ധിക്കണേ. നിങ്ങൾ ബ്രീത്തിങ് കൗണ്ട് ചെയ്യാം. പൊടിക്കളർ ഓടണേ. പൊടിക്കളർ റോഡ് നേരെ വാങ്ങിച്ചാടെ 3-4 കാറുണ്ട് ആ റോഡ് സൈഡിൽ. കണ്ണു തുറന്നു. തെറ്റാതെ ഉണ്ടെന്നുണ്ടല്ലോ അല്ലേ? സാറ് തെറ്റിപ്പോയാ? ആദ്യം തെറ്റിപ്പോയാ? സത്യം പറയണേ. തെറ്റാതെ തന്നെയല്ലേ? തെറ്റാതെ തന്നെയാ എല്ലാരും. ഷംന ഇടയ്ക്ക് തെറ്റിയില്ല? ഹസ്ബൻഡിനെ ഓർത്തില്ല ഇടയ്ക്ക്? തെറ്റിയായിരുന്നു. ഞാൻ പിന്നെ ആദ്യം പറഞ്ഞത് എത്ര പ്രാവശ്യം തെറ്റി? 1 പ്രാവശ്യം. ഗീതയല്ലേ? എത്ര പ്രാവശ്യം തെറ്റി? 2 പ്രാവശ്യം. അതാ ഞാൻ പറഞ്ഞ തുറന്ന് പറയാൻ. 3 പ്രാവശ്യം തെറ്റിയാ? തെറ്റി. ഹലോ അപ്പൊ പാലം കടന്നിട്ടുണ്ട് ബസ്സിലേക്ക്. ബസ് സ്റ്റോപ്പ്. അത് കഴിഞ്ഞ് വരുമ്പോ സ്കൂളൊക്കെ കാണുന്നില്ല. അപ്പൊ നമുക്ക് ഡിസ്ട്രാക്ട് ചെയ്യാതെ ഒരു 100 വരെ എണ്ണാൻ സാധിക്കുവാണെങ്കിൽ നമുക്കൊരു മിനിമം കോൺസെൻട്രേഷൻ ഉണ്ട്. ഇതൊരു കോൺസെൻട്രേഷൻ ടെക്നിക്ക് മാത്രമാണ്. നമ്മളൊരു മെയിൻ സെക്ഷൻ തുടങ്ങാൻ. അപ്പോൾ അവർക്കും കൂടെ വരുമ്പോൾ ഡിസ്റ്റർബൻസ് ആവും. അതായത് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ഒരാളിടയ്ക്ക് വന്ന് ഞാൻ ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ ആദ്യം തന്നെ ട്രാൻസിലേക്ക് പോകുന്നത് കാണിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എങ്ങനെയാണ് പോകുന്ന കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ തുടങ്ങി കഴിയുമ്പോൾ ഇടയ്ക്ക് വന്ന് യാതൊരു ഡിസ്റ്റർബൻസും പാടില്ല. അപ്പോൾ ഇത് നമുക്ക് അല്പം മെഡിറ്റേഷൻ കൂടെ നടത്താം. ചെറിയൊരു കോൺസെൻട്രേഷൻ ടെക്നിക്കെല്ലാം നടത്തിയത് ഇതും കൂടെ ബ്രീത്തിങ് ചെയ്തതുപോലെ തന്നെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ബ്രീത്തിങ്.
ഇത് നമ്മുടെ ബോഡിയും മൈൻഡും റിലാക്സ് ചെയ്യാനുള്ള ടെക്നിക്കാണ്. ശാന്തമായി ബ്രീത്തിങ് ചെയ്യുക. ആ ബ്രീത്തിങ്ങിൽ മാത്രം ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ശ്വാസകോശം നിറയെ ബ്രീത്തിങ് എടുക്കുക. ഒരു 5 പ്രാവശ്യം ദീർഘമായിട്ട് ബ്രീത്തിങ് ചെയ്യുക. എല്ലാവരും തലയുടെ ഉച്ചിയിലേക്ക് ശ്രദ്ധിക്കുക. ഏറ്റവും മുകളിൽ മൂർധാവിൽ ശ്രദ്ധ, മൂർധാവിൽ കേന്ദ്രീകരിക്കുക. സഹസ്രാര ചക്ര എന്ന് പറയും. സഹസ്രാര ചക്ര, ക്രൗൺ ചക്ര എന്നൊക്കെ പറയും. തലയുടെ ഉച്ചിയിൽ പ്രപഞ്ച ശക്തി അഥവാ കോസ്മിക് എനർജി ഈ ബ്രഹ്മരന്ധ്രി വഴിയാണ് നമ്മുടെ ഉള്ളിലേക്ക് സുഷുമ്നാ നാഡിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിനെ ഈ മൂർധാവിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് അവിടെ നമ്മൾ എനർജി ഫീൽ ചെയ്യും. നമ്മൾ ട്രെയിനിങ് കൊണ്ട് സാധിക്കുന്നുള്ളൂ. നന്നായി ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ മൂർധാവിൽ സെൻസേഷൻ ഫീൽ ചെയ്യും. നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് അവിടെ സെൻസേഷൻ ഫീൽ ചെയ്യും. ഇത് നെറ്റിയുടെ മധ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ശ്രദ്ധ അഥവാ അവയർനെസ് നെറ്റിയുടെ മധ്യത്തിൽ, ബ്രൂ മധ്യം എന്ന് പറയും, ആജ്ഞചക്രം, ആജ്ഞചക്രത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കണ്ണുകൾ അടച്ച് ശാന്തമായി ശ്വാസം സാവകാശത്തിലിട്ടോളൂ. നമ്മുടെ മനസ്സ് ശരിക്കും ഫോക്കസ് ആണെങ്കിൽ കയ്യിൽ നിങ്ങൾക്ക് എനർജി ഫീൽ ചെയ്യും. നിങ്ങളുടെ 2 കയ്യിൽ എനർജി ഫ്ലോ ഉണ്ടാവും.